ഈ ചർച്ച നടത്തി ഞാൻ പറഞ്ഞോ പരാജയപ്പെട്ടെന്ന്? അല്ലത് ചർച്ചയാണോ? താങ്കൾ തുടക്കത്തിൽ പറഞ്ഞത് ഇ.പി. ജയരാജൻ രാഷ്ട്രീയം പറഞ്ഞില്ല, പ്രകാശ് ജാവദേക്കറാണ് പറഞ്ഞത്. ചർച്ച മീൻസ് വെച്ചാൽ കൂടിക്കാഴ്ച. താങ്കൾ അതിന് പേരിട്ടതാണ് ചർച്ച. കൂടിക്കാഴ്ചയിൽ ഇ.പി. ജാവദേക്കറാണ് സംസാരിച്ചത് കാര്യങ്ങള്. ജാവദേക്കറല്ലേ അങ്ങോട്ട് ചെന്നത്? ശരി, മനസ്സിലായി. അതിനെ തുടർന്ന് എന്തെങ്കിലും നീക്കങ്ങൾ നടത്തിയോ ടി ജി? ബി.ജെ.പി പോവാൻ ഒരു നീക്കം നടത്തി. അല്ല, ബി.ജെ.പി അല്ല, നേരത്തെ നമ്മൾ സംസാരിച്ച പ്രകാശ് ജാവദേക്കർ സൂചിപ്പിച്ച 18-1-1 മിഷൻ. ഇ.പി. ജയരാജൻ ഒരു നീക്കവും നടത്തിയിട്ടില്ല. ഇ.പി. ജയരാജൻ ഒരു ഇൻസ്ട്രുമെന്റ് ആയി. അതിനുശേഷം കാര്യങ്ങൾ അതിന് ഹൈറപ്സിലേക്ക് പോയി. ആ ഹൈറപ്സ് ആരാണ് എന്നതാണ് ടി ജി ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്. ഇ.പി. ജയരാജനെ പിടിച്ചു, നടന്നില്ല. ഇനി പിന്നീട് പിടിക്കണമെന്നുണ്ടെങ്കിൽ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനായിരിക്കണം, അതല്ലെങ്കിൽ വെറുതെ അദ്ദേഹത്തിന്റെ പേരൊന്നും പറയില്ല, എം വി ജയരാജനായിരിക്കണം, അതല്ലെങ്കിൽ തൃശ്ശൂരിന്റെ ചുമതലയുള്ള വർഗീസ് ആയിരിക്കണം, അതല്ലെങ്കിൽ CPI ആയിരിക്കണം. പക്ഷെ ഈ കാര്യത്തിൽ ഒരു ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു. അപ്പൊ നോക്കൂ, നമ്മളിങ്ങനെ ആരോപണത്തിന്റെ പുകമറയിൽ നിർത്തിയിട്ട് കാര്യം. ഇവരാരും അല്ലെങ്കിൽ മറ്റാര്? ഞാൻ തെളിയിച്ചല്ലോ. ഞാൻ താങ്കളോട് പറയണല്ലോ, ശോഭാ സുരേന്ദ്രൻ എന്നെയും കൂടി ഇരുത്ത് ഒരു വേദിയിൽ. ശോഭാ സുരേന്ദ്രനെ ആരും വിശ്വസിക്കുന്നില്ല ഈ ഘട്ടത്തിൽ. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് ഇ.പിയും പറയുന്നു, താങ്കളും പറയുന്നു, നമ്മളത് വിശ്വസിക്കുന്നു. പക്ഷെ താങ്കൾ പറയുന്ന ഹൈറപ്സിൽ ഒരു ചർച്ച നടന്നു ഇ.പി. ജയരാജനു ശേഷം. ആ ഹൈറപ്സ് ആരാണ്? ഇ.പി. ജയരാജനും അപ്പുറത്തുള്ള ഹൈറപ്സ് എന്ന് പറഞ്ഞാൽ മറ്റൊരു പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്, അതല്ലെങ്കിൽ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ഹൈറപ്സ് ബോധ്യപ്പെടണമെങ്കിൽ ജൂൺ 4 റിസൾട്ട് വരട്ടെ. ജൂൺ 4 സുരേഷ് ഗോപി NDA സ്ഥാനാർത്ഥി തൃശ്ശൂര് വിജയിച്ചു കഴിഞ്ഞാൽ, അതെ, താങ്കൾക്കും ഉറപ്പില്ല അങ്ങനെ ഒരു നീക്കം നടന്നോ എന്നുള്ള കാര്യം ടി ജി നന്ദകുമാറിനും ഉറപ്പില്ല. ശരി, എനിക്ക് ഉറപ്പില്ലെന്ന് താങ്കൾ കൂട്ടിക്കോ. ഞാൻ താങ്കൾ ഒരു മിനിറ്റ് കുറച്ചു നേരം ഇടപെടാണ്ട് നിൽക്ക്, ഒരു സെക്കൻഡ് ഇടപെടാണ്ട് നിൽക്ക്. ഞാനൊന്ന് പറയട്ടെ. ജൂൺ 4 തൃശ്ശൂർ ഇന്ത്യയിലെ റിസൾട്ട് വരുന്നു. 1-5 SNC ലാവലിൻ കേസ് ജൂലൈയിലേക്ക് പോകുന്നു. ജൂൺ 4 NDA താമര തൃശ്ശൂർ വിരിച്ചാൽ SNC ലാവലിൻ കേസ് ചരമമടയും. ആരാണ് ഗുണഭോക്താവെന്ന് നിങ്ങൾക്ക് അന്ന് ബോധ്യപ്പെടും. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അല്ല, ഇത് വളരെ വ്യക്തി നോക്കൂ ടി ജി, ഒന്ന് CPI സ്ഥാനാർത്ഥി മത്സരിക്കുന്നു. ആ തൃശ്ശൂർ മണ്ഡലത്തിൽ 3 തവണ പോയ ഒരാളാണ് ഞാൻ. തൃശ്ശൂരിലെ ലോക്കൽ കമ്മിറ്റി മുതൽ ഒരു CPM-ന്റെ ഒരു കേഡർ സംവിധാനത്തിൽ ഈ പറയുന്ന നീക്കങ്ങളൊക്കെ ഒരു 15-25 സീറ്റുകൾ വഴി ഈ വോട്ടുകൾ ഒരു ബൂത്തിൽ നിന്നും മറിക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ അത് അസാധ്യമായ കാര്യമല്ലേ ടി ജി നന്ദകുമാർ? മിസ്റ്റർ അരുൺ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്ക്. 2004 മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിൽ PC തോമസ് എങ്ങനെ ജയിച്ചു പറ? അന്ന് LDF-ന് 18, NDA-ക്ക് 1, ലീഗിന് 1. എങ്ങനെ ജയിച്ചു? കേരള കോൺഗ്രസിന്റെ തട്ടകത്തിൽ PC തോമസ് പിന്തുണയോടുകൂടി ജയിക്കുന്നത് പോലെയാണോ CPI-യിലെ VS സുനിൽകുമാർ മത്സരിക്കുമ്പോൾ ലാവലിൻ കേസ് ഒതുക്കി തീർക്കാൻ തൃശ്ശൂർ മണ്ഡലം മറിച്ചു കൊടുക്കാൻ ഹൈറപ്സിലെ ഒരാൾ ഇടപെട്ടു? ഈ ഹൈറപ്സ് തന്നെ നമ്മുടെ മുന്നിൽ ചോദ്യചിഹ്നമാണ്. താങ്കൾ പിണറായി വിജയനാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ ആ പിണറായി വിജയൻ താങ്കളെ ഈ ഡീലൊക്കെ നടക്കുന്ന ഘട്ടത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് പാവി എന്നാണ്. ഞാൻ ഭാവിയല്ല, മഹാഭാവി. വിട്. ഞാൻ ചോദിക്കട്ടെ അരുണേ, ഒരു മിനിറ്റ്. 2004 PC തോമസ് NDA-യുടെ സ്ഥാനാർത്ഥി മൂവാറ്റുപുഴയിൽ. CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ഇസ്മയിൽ CPM-നെ പ്രതികരിച്ച് LDF-ല് കേരള കോൺഗ്രസിന്റെ ജോസ് കെ മാണി. ആ ബലാബലം. അതിനുശേഷം മൂവാറ്റുപുഴ നിയോജകമണ്ഡലം ഇല്ല. മുസ്ലിമിന് ഭൂരിപക്ഷം ഇല്ലാത്ത ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഭൂരിപക്ഷമുള്ള നിയോജകമണ്ഡലത്തിൽ എങ്ങനെ PC തോമസ് ജയിച്ചു? അയാൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ, ചോദിക്ക്. അല്ലല്ല, രണ്ടും 2 വ്യത്യസ്തങ്ങളായ മണ്ഡലങ്ങളാണ്, രണ്ടും 2 പൊളിറ്റിക്കൽ ടെറൈനാണ് ടി ജി. എനിക്ക് മനസ്സിലാവാത്ത കാര്യം ടി ജി, ഇ.പി. ജയരാജനും അപ്പുറമുള്ള ഒരു ഹൈറപ്പുമായി പ്രകാശ് ജാവദേക്കർ ചർച്ച നടത്തി എന്ന് താങ്കൾ പറയുന്നു. പക്ഷെ താങ്കൾ അത് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ചർച്ച നടത്തിയെന്നാണോ നിങ്ങളോട് പറഞ്ഞത്? നീക്കം നടത്തി. ഇത് എങ്ങനെയാണ് നടക്കുക? ചർച്ചയാണോ? നോക്കൂ, നമ്മൾ ഇതുവരെ കണ്ടതിൽ ഈ പ്രേക്ഷകർക്ക് സംശയം ഉണ്ടാവുന്നത് ടി ജി നന്ദകുമാർ, പ്രകാശ് ജാവദേക്കർ, ഇ.പി. ജയരാജൻ ചർച്ച നടക്കുന്നത് 2023 മാർച്ച് 5 ആക്കുളത്തെ ഫ്ളാറ്റിൽ. ആ കൂടിക്കാഴ്ചയ്ക്കു ശേഷം പിന്നീട് നടന്ന രാഷ്ട്രീയ നീക്കം എന്ത് എന്നതാണ് നമ്മൾ ചോദിച്ചത്. അതിൽ ഇ.പി. ജയരാജന് പങ്കില്ല. ശരി, ഇ.പി. ജയരാജൻ നമ്മൾ ഒഴിവാക്കുന്നു. പിന്നീട് ഈ വിവരം അറിയാവുന്നത് പ്രകാശ് ജാവദേക്കറിനും ടി ജിക്കും മാത്രമാണ്. അപ്പോൾ ഇനി മറ്റൊരു നേതാവിനെ പിടിക്കണം. അതേത് നേതാവ്? ഞാൻ ചോദിക്കട്ടെ. ഇ.പി. ജയരാജൻ LDF കൺവീനറാണ്. CPM-ന്റെ കുത്തകയൊന്നും ഇ.പി. ജയരാജൻ ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വെറുതെ ഗോവിന്ദ മാഷിനെ ബലിയാടാക്കരുത്. അദ്ദേഹമായിട്ട് ഞങ്ങൾ ഫേസ് ടു ഫേസ് പോലും കണ്ടിട്ടില്ല. വെറുതെ അദ്ദേഹത്തെ കൊണ്ടൊന്ന് കുഴക്കരുത്. മറിച്ച് CPM-ല് ഇന്ന് നടക്കുന്ന തീരുമാനങ്ങളെല്ലാം
പാർട്ടി കേന്ദ്രീകൃതമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? താങ്കൾ പറയുന്നത് പിണറായി വിജയനാണ് എന്നത് വ്യക്തമാണ്. പക്ഷേ താങ്കൾ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തെ പറയാൻ നിർത്തൂല, കാരണം അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. പിന്നെ താങ്കളോട് ചോദിക്കണം. അല്ലല്ല, അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ അല്ലെങ്കിൽ മറ്റൊരാണ്, വിജയരാഘവനാണോ മറ്റൊരു ഉയർന്ന ഹലോ CPM-ന്റെ ഹയറപ്സ് എന്ന് പറയുന്നത് പിണറായി വിജയനാണോ? അപ്പൊ പിണറായി വിജയന് മുകളിൽ അങ്ങനെയാണെങ്കിൽ എ വിജയരാഘവനാണോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, CPM-ന്റെ ഹയറപ്സില് പിണറായി വിജയനും MA ബേബി ഉണ്ട്, AK ബാലൻ ഉണ്ട്, പിണറായി വിജയൻ ഉണ്ട്, വിജയരാഘവൻ ഉണ്ട്. അപ്പൊ എ വിജയരാഘവൻ, AK ബാലൻ, MA ബേബി ഉണ്ട്, AK ബാലൻ ഉണ്ട്, തോമസ് ഐസക് ഉണ്ട്, പിണറായി വിജയൻ ഉണ്ട്, വിജയരാഘവൻ ഉണ്ട്. അതിനു മുകളിൽ പ്രകാശ് കാരാട്ടും സീതാറാം യെച്ചൂരിയും ഇല്ലേ? അപ്പൊ പ്രകാശ് കാരാട്ടും സീതാറാം യെച്ചൂരിയുമായാണോ ചർച്ച? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇല്ലേന്നല്ലേ ചോദിച്ചത്? ഹയറപ്സ് എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാറുണ്ടേ. നിങ്ങൾ കൂടുതൽ എന്നെ പോസ്റ്റ്മോർട്ടം ചെയ്താലോ, എന്നെ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഏറ്റവും വിവാദമായ വിഷയങ്ങൾ വരുമ്പോഴെല്ലാം TG നന്ദകുമാറിന്റെ പേര് കേൾക്കും. ഇങ്ങനെ പുകമറകൾ സൃഷ്ടിക്കും, മാധ്യമങ്ങളിലൂടെ കാര്യങ്ങൾ പറയും, അതിനുശേഷം പറയുന്ന കാര്യങ്ങളിൽ പിന്നീട് മാറ്റങ്ങൾ വരുന്നു. ഇവിടെ നോക്കൂ, ഏറ്റവും ഒടുവിൽ EP ജയരാജൻ ചർച്ച നടത്തിയെന്ന് പറഞ്ഞു. ചർച്ചയല്ല, അത് കൂടിക്കാഴ്ചയാണ്. ആ കൂടിക്കാഴ്ചയിൽ സർപ്രൈസ് വിസിറ്റ് ആയിരുന്നു, അത് സമ്മതിച്ചു. സർപ്രൈസ് വിസിറ്റിന് ശേഷം EP ജയരാജൻ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല, ഹയറപ്സിലേക്ക് പോയി. പിന്നീട് സംശയത്തിന്റെ പുകമറയിൽ നിർത്തുന്നത് ആരെയൊക്കെയാണ്? MA ബേബിയെയും, AK ബാലനെയും, A വിജയരാഘവനെയും, CM-നെയും ഒക്കെയാണ്. ഒരു മിനിറ്റ് അരുൺ, ഞാനൊന്ന് നിങ്ങൾ ഇടയ്ക്ക് കയറി പറഞ്ഞത് കൊളോക്കല്ലേ, എന്നാ പിന്നെ നമുക്ക് നിർത്താം. ഞാനൊന്ന് പറയണത് നിങ്ങൾ ശ്രദ്ധിച്ച് കേക്ക്. ഇതിന് ഇടപെട്ടാൽ ഞാനിത് കട്ട് ചെയ്യും ഫോൺ, കാരണം ഇടപെട്ട് വെറുതെ നിങ്ങൾ അതിനെ ഡൈവേർട്ട് ചെയ്യല്ലേ. അതായത് ആക്കുളത്തെ ഫ്ലാറ്റിൽ വെച്ച് മാർച്ച് 2 ഉച്ചയ്ക്ക് 12 മണിക്ക് 12-12 ഇടയ്ക്ക് ഞാനും പ്രകാശ് ജാവ്ദേക്കറും EP-യും കൂടിക്കാഴ്ച നടത്തി. EP BJP-യിലേക്ക് കൊണ്ടുപോകാനല്ല, തൃശ്ശൂർ ജയിക്കാൻ. EP-യുടെ കയ്യിൽ നിൽക്കാത്ത വിഷയമാണെന്ന് പ്രകാശ് ജാവ്ദേക്കർക്ക് മനസ്സിലായി. അപ്പോൾ EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറോട് പറഞ്ഞു, നിങ്ങൾക്ക് ക്രിസ്ത്യൻ പിന്തുണയും മുസ്ലിം പിന്തുണയും ഇല്ല, നിങ്ങൾക്ക് എളുപ്പമല്ല ജയിക്കാൻ. ഞാൻ ചോദിച്ചു, 2004 PC തോമസിനെ കടത്തി വിട്ടല്ലോ, അതിനൊരു മാർഗം ഉണ്ടാക്കിയല്ലോ എന്ന് ഞാൻ തമാശ രൂപേണ പറയുകയും ചെയ്ത്. അത് 2004 കടന്നുപോയ കഥകൾ EP-ക്കും അറിയാം, എങ്ങനെയാണ് കടന്നുപോയെന്ന്. അന്നത്തെ പാർട്ടി സെക്രട്ടറിക്കും അറിയാം, അന്നത്തെ പാർട്ടി സെക്രട്ടറി ഇന്നത്തെ മുഖ്യമന്ത്രി. രണ്ടാമത് ഈ കാര്യങ്ങൾ മറ്റൊരു തലത്തിലേക്ക് പോയി. ആ തലം അത് ഞാൻ പറഞ്ഞത് വീണ്ടും പറയുന്നു, ഗോവിന്ദൻ മാഷ്, വിജയരാഘവൻ, AK ബാലൻ, തോമസ് ഐസക്, MA ബേബി തുടങ്ങിയ പ്രഗത്ഭന്മാർ കേരളത്തിൽ ഉണ്ടെന്നാണ് പറഞ്ഞത്. അല്ലാണ്ട് അവരോട് ചർച്ച നടത്തിയെന്നല്ല പറഞ്ഞത്. അതല്ലാണ്ട് പിണറായി വിജയൻ മാത്രമല്ല കേരളത്തിലുള്ളത്, CPM-ന് നല്ല കുറെ ആളുകൾ വേറെയുമുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ കാര്യങ്ങൾ മറ്റൊരു രീതിയിൽ കൊണ്ടുപോയി.